നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടി നേരിടുന്ന ആളാണ് പത്മകുമാർ. വലിച്ചു പുറത്തിടുമെന്ന് MV ഗോവിന്ദൻ. ഉളുപ്പുണ്ടോ ഗോവിന്ദ തനിക്കൊക്കെ? പാർട്ടിക്കാരിൽ നിന്ന് തന്നെ ഇപ്പോൾ പൂര തെറിവിളിയാണ് പാർട്ടി സെക്രട്ടറിക്കും പിണറായി വിജയനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പത്മകുമാറിനെ വലിച്ചു പുറത്തേക്കിടാൻ അങ്ങ് മുട്ടി നിൽക്കുകയാണ് ഗോവിന്ദന്. ഇതേ ഗോവിന്ദനോട് പാർട്ടിക്കാർ തന്നെ പത്തനംതിട്ടയിലെയും അതുപോലെ മറ്റു പാർട്ടിക്കാർ ഉൾപ്പെടെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന്. എപ്പോഴാണെന്നല്ലേ? അതായത് സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെതിരെ ആരോപണവും വിവാദവും കത്തി നിന്നപ്പോഴും, പിന്നീട് പത്മകുമാർ പോലീസിന്റെ കസ്റ്റഡിയിലായപ്പോഴും, ജയിലിൽ കയറിയപ്പോഴും നിരന്തരം ജാമ്യാപേക്ഷകൾ കോടതി തള്ളിക്കളയുകയും ചെയ്ത ഘട്ടത്തിൽ പാർട്ടിക്കാർ പല ആവർത്തി പറഞ്ഞു പത്മകുമാറിനെ മാറ്റി നിർത്തണം, അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന്. എന്നാൽ അപ്പോഴൊക്കെ പൊതിഞ്ഞു പിടിക്കുന്ന നടപടിയായിരുന്നു പിണറായി വിജയനും MV ഗോവിന്ദനും സ്വീകരിച്ചു കൊണ്ടിരുന്നത്. അതായത് ജയിലിൽ കിടക്കുമ്പോൾ പാർട്ടിയും കൂടി കൈവിട്ട് കഴിഞ്ഞാൽ പത്മകുമാറിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഉന്നതന്മാരുടെ ആരുടെയെങ്കിലും പേര് പുറത്തേക്ക് വന്നാൽ അത് പണിയാണല്ലോ. ഇനി അഥവാ ദൈവതുല്യൻ ആരാണെന്ന് പത്മകുമാർ വിളിച്ചു കൂവിക്കഴിഞ്ഞാൽ പണി പാളും എന്നറിയാവുന്നത് കൊണ്ട് അന്നൊക്കെ ചേർത്ത് പിടിക്കുകയായിരുന്നു പത്മകുമാറിനെ. അന്ന് പത്തനംതിട്ടയിലെ പാർട്ടിക്കാർ തന്നെ ആവർത്തിച്ചു പറഞ്ഞു ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുകയാണ്, പത്മകുമാറിനെതിരെ നടപടി എടുക്കണം, മാറ്റി നിർത്തണം, ശബരിമല വലിയൊരു വികാരമാണ്, അവിടെ കൈവച്ചാൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി കിട്ടുമെന്ന്. അപ്പോഴും അത് കേൾക്കാതെ പാർട്ടി പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും അണികളെയും എല്ലാം വലിച്ചു പുറത്തിടുന്ന നിലപാടായിരുന്നു MV ഗോവിന്ദനും പിണറായിയും സ്വീകരിച്ചത്. അതായത് പത്മകുമാറിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയായിരുന്നു. കൈവിട്ട് കളയാൻ കഴിയില്ല എന്നൊക്കെയുള്ള നടപടികളും പ്രസ്താവനകളുമായിരുന്നു പിണറായി വിജയന്റെ വായിൽ നിന്ന് വന്നത്. ഇത് മാത്രമല്ല, അന്ന് നിരന്തരം പാർട്ടിക്കാർ MV ഗോവിന്ദന് നേരെ വലിയ വിമർശനം ഉന്നയിച്ചു പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തതിൽ. അന്ന് ഇതേ MV ഗോവിന്ദൻ പറഞ്ഞ നിലപാട് എന്തായിരുന്നു? ആരോപണ വിധേയൻ മാത്രമാണ് പത്മകുമാർ, കേസ് മുന്നോട്ട് പോകട്ടെ, സത്യങ്ങൾ പുറത്തേക്ക് വരട്ടെ, എന്നിട്ട് നടപടി സ്വീകരിക്കാം എന്ന നിലപാട് വരെ പറഞ്ഞ ആളാണ് ഇതേ MV ഗോവിന്ദൻ. ആ ഗോവിന്ദനാണ് ഇന്നിപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടി നേരിടുന്ന ആളാണ് പത്മകുമാർ എന്ന് ഇപ്പോൾ പറയുന്ന ഗോവിന്ദൻ അന്ന് എന്തുകൊണ്ട് ഈ നിലപാട് നിങ്ങൾ പറയാൻ തയ്യാറായില്ല? നിലപാടെന്ന് പറയുന്നില്ല, കാരണം നിങ്ങൾക്കതില്ലല്ലോ. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ് ഗോവിന്ദനുള്ളത്. അതിവിടെയും കാണിച്ചു. ഇപ്പോൾ പത്മകുമാറിനെതിരെ തിരിയാൻ ചില കാരണങ്ങളുണ്ട്. കാരണം ചില വെളിപ്പെടുത്തലുകൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ, നിർണായക വെളിപ്പെടുത്തലുകൾ പത്മകുമാർ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് പാർട്ടിയെ വല്ലാതെ പൊള്ളിക്കുന്നു. ശബരിമലയിൽ ചില ഉന്നതരുടെ, CPM ഉന്നതരുടെ അതിരുവിട്ട കൈകടത്തൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പത്മകുമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദൈവതുല്യൻ ആരാണെന്ന് ഇതുവരെ പത്മകുമാർ പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ പത്മകുമാറിന്റെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ ദൈവതുല്യൻ ആരാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വരും. കാരണം ഇപ്പോൾ അയാൾ പാർട്ടിക്കെതിരെ ശക്തമായി തിരിഞ്ഞിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട, വിവാദത്തിൽപ്പെട്ട, ജയിലിൽ കിടന്ന ആരെയും ഇപ്പോൾ സംരക്ഷിക്കാൻ CPM തയ്യാറാകുന്നില്ല. കാരണം ഇനിയും അവരെ ചേർത്ത് പിടിക്കാൻ ചെന്നാൽ ഇപ്പോൾ കിട്ടിയ അടിയുടെ 10 ഇരട്ടി അടി കിട്ടുമെന്നറിയാം. അതുകൊണ്ടാണ് പത്മകുമാറിനെയൊക്കെ ഇപ്പോൾ തള്ളി പറയുന്നത്. മുരാരി ബാബു പിന്നെ മരിച്ചു പോയതുകൊണ്ട് ചെറിയൊരു ആശ്വാസം. വലിയ വിവരങ്ങളൊന്നും മുരാരി ബാബുവിൽ നിന്ന് ഇനി പുറത്തേക്ക് വരാനില്ലല്ലോ. പക്ഷേ മുരാരി ഒരുപാട് സത്യങ്ങളും കൊണ്ടാണ് ചിതയിലേക്ക് വീണത്. അയാളെ വേണ്ട രീതിയിൽ കസ്റ്റഡിയിൽ ഉള്ളപ്പോൾ കുടഞ്ഞിരുന്നെങ്കിൽ പലതും ഇതിനേക്കാൾ കുറച്ചുകൂടി സത്യങ്ങൾ പുറത്തേക്ക് വരുമായിരുന്നു. എന്തായാലും മുരാരി ബാബു അയാളുടെ തലയും കൊണ്ട് പോയിട്ടുണ്ട്. ഇനിയുള്ള തലകൾ, അതായത് ഇപ്പോൾ ജയിലിൽ കിടന്ന പല തലകളും CPMനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി തന്നെയാണ്. പത്മകുമാർ ഒരറ്റത്തൂടെ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തും. അതിനിടയിലാണ് ഇപ്പോൾ MV ഗോവിന്ദൻ തന്നെ പത്മകുമാറിനെ ചൊടിപ്പിച്ചുകൊണ്ട് അയാൾ സ്വർണ്ണക്കൊള്ളയിൽ നടപടി നേരിടുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് വലിച്ചു പുറത്തിട്ടിരിക്കുന്നത്. MV ഗോവിന്ദനെ ചവിട്ടി പുറത്താക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ വീണ്ടും ശക്തമാകുകയാണ്. കാരണം വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കാതെ അന്നൊക്കെ ആരോപണ വിധേയരെ താങ്ങിയും തലോടിയും നിന്നിട്ട് ഇന്നിപ്പോൾ അവർ ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ അവർ വെറുക്കപ്പെട്ടവരാകുന്നു, അവരെ പാർട്ടിയിൽ നിന്ന് ഉടൻ തന്നെ പുറത്താക്കണം എന്നൊക്കെയുള്ള നടപടി സ്വീകരിക്കുന്നത് ഇവർക്ക് എന്തൊക്കെയോ ഭയക്കാനുള്ളത് കൊണ്ടാണ് എന്നുള്ള ചില വാദങ്ങളാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്.
പത്തനംതിട്ടയിൽ കനത്ത തിരിച്ചടിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കിട്ടിയത്. പത്മകുമാറിനെതിരെയൊക്കെ അന്നേ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇത്രത്തോളം വലിയ തിരിച്ചടി കിട്ടുമായിരുന്നില്ല. ശബരിമല വലിയ രീതിയിലായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ തിരിച്ചടിച്ചത്. എല്ലാം അങ്ങ് തങ്ങൾക്ക് അനുകൂലമായി എന്നൊക്കെയുള്ള കണക്കുകൂട്ടലായിരുന്നു CPM-ന്. ശബരിമല ഒരു തിരിച്ചടിയേ അല്ല എന്നൊക്കെ ആയിരുന്നല്ലോ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ശബരിമല എങ്ങനെയാണ് CPM-ന് വെല്ലുവിളിയാകാൻ പോകുന്നത്? അതൊരു വെല്ലുവിളിയേ അല്ല, ശബരിമലയിൽ വേണ്ട നടപടികൾ ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു കിട്ടുന്ന വാർത്താ സമ്മേളനത്തിലൊക്കെ കയറി ഇറങ്ങി MV ഗോവിന്ദൻ പറഞ്ഞത്. ഒടുക്കം തെരഞ്ഞെടുപ്പിൽ പെട്ടി പൊട്ടിച്ചപ്പോൾ ശബരിമല കൂടിയാണ് വമ്പൻ അടിയായി തിരിച്ചു കിട്ടിയത്. എന്നിട്ട് ഇപ്പോൾ ഈ പറയുന്ന കൂട്ടരെ എല്ലാവരെയും പുറത്താക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ഗോവിന്ദനും പിണറായിക്കുമൊക്കെ ഡബിൾ ഡാഡി സിൻഡ്രോം അല്ല, മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ആണെന്ന് പാർട്ടിക്കാർ തന്നെ പറയുകയാണ്. ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്ന ദിവസം തന്നെയും ADGP S ശ്രീജിത്തിനെയും ബോധപൂർവം സന്നിധാനത്ത് നിന്ന് മാറ്റിയെന്ന പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരിച്ചപ്പോഴായിരുന്നു ഗോവിന്ദൻ പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞത്. പത്മകുമാറിന്റെ പ്രസ്താവനകൾക്ക് മറുപടി പറയേണ്ട കാര്യം തനിക്കില്ല എന്നാണ് ഗോവിന്ദൻ പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ വ്യക്തത വേണ്ടവർ പത്മകുമാറിനെ തന്നെ ബന്ധപ്പെടണമെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതെ, മാധ്യമങ്ങൾ വരും ദിവസങ്ങളിലൊക്കെ പത്മകുമാറിനെ ബന്ധപ്പെടും. അപ്പോൾ പത്മകുമാറിന്റെ വായിൽ നിന്ന് ഇങ്ങനെ പലതും പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A പത്മകുമാറിനെതിരെ പാർട്ടി കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് CPM സംസ്ഥാന നേതൃയോഗം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി അംഗത്വം പുതുക്കാതിരുന്ന പത്മകുമാർ കഴിഞ്ഞ ആഴ്ച അത് പുതുക്കിയിരുന്നു. ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ CPM ആലോചിക്കുന്നതായിട്ടാണ് വിവരം. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനമെടുക്കും. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കുമെന്നാണ് വിവരങ്ങൾ. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രൂപീകൃതമായതു മുതൽ അംഗമാണ് പത്മകുമാർ. അങ്ങനെ നിസ്സാരക്കാരനൊന്നുമല്ല പത്മകുമാർ. കാരണം പത്തനംതിട്ടയിൽ പിണറായി വിജയൻ ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുത്തതിൽ പ്രധാനി പത്മകുമാർ ആയിരുന്നു. പിണറായി വിജയന്റെ വലങ്കൈയായിരുന്നു പത്മകുമാർ. അങ്ങനെ പത്തനംതിട്ടയിൽ തനിക്ക് വേണ്ടി പലതും ചെയ്ത പത്മകുമാറിന് വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്തതും പിണറായി വിജയനായിരുന്നു. ശബരിമലയിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ദേവസ്വം ബോർഡിന്റെ താക്കോൽ സ്ഥാനം തന്നെ പത്മകുമാറിന് കൊടുക്കുന്നതുമൊക്കെ അതിന് മുന്നിൽ നിന്നതും പിണറായി വിജയൻ തന്നെയായിരുന്നു. ഒടുക്കം ഇപ്പോൾ സത്യങ്ങൾ ഓരോന്നായി പത്മകുമാർ പുറത്തേക്ക് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഭയം തുടങ്ങിയിരിക്കുകയാണ് പിണറായിക്കും ഗോവിന്ദനും ഒക്കെ. കാരണം പത്മകുമാർ ആരുടെയൊക്കെ പേര് പുറത്തു പറയും, അതാണ് ഇവരെയൊക്കെ ഭയപ്പെടുത്തുന്നത്. പോലീസുകാർ അന്ന് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ പത്മകുമാറിന്റെ നാവിൻ തുമ്പിൽ നിന്ന് വന്ന ഒരു വാചകമുണ്ടായിരുന്നു, ദൈവതുല്യർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്ന്. അന്നു മുതൽ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പത്മകുമാർ പറഞ്ഞ ആ ദൈവതുല്യൻ ആരാണ് എന്ന്. പിന്നീട് അത് തന്ത്രിയാണോ, മന്ത്രിയാണോ, മുഖ്യമന്ത്രിയാണോ എന്ന് വരെ അന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ചോദ്യം ഉയർന്നതായിരുന്നു. എന്നാൽ ഒരു ചിരി മാത്രമായിരുന്നു പത്മകുമാറിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം പത്മകുമാർ ജയിലിൽ അകപ്പെടുന്നു. ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. നിരന്തരം ഹർജികൾ, ജാമ്യ ഹർജികൾ ഫയൽ ചെയ്തിട്ടും കോടതി അത് മുഖവിലേക്ക് എടുക്കാതെ കീറി എറിയുന്നു. പിന്നീട് 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യമാണ് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ടവർക്കൊക്കെ കിട്ടിയത്. അതുവരെ കോടതി ഇവരുടെ ജാമ്യ ഹർജികൾ കീറി എറിയുകയായിരുന്നു. പത്മകുമാറും മുരാരി ബാബുവും ഉൾപ്പെടെ ഇവരൊക്കെ ജയിലിൽ കിടക്കുമ്പോഴും അന്നത്തെ സർക്കാർ, അതായത് പിണറായി സർക്കാർ, ഇവരെയൊക്കെ ചേർത്ത് പിടിക്കുകയായിരുന്നു. ഇവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാതെ സംരക്ഷിക്കുകയായിരുന്നു. കാരണം ദൈവതുല്യന്റെ പേര് പുറത്തു വരരുതല്ലോ. എന്നാൽ ഇന്നിപ്പോൾ പാർട്ടി തങ്ങളെ സംരക്ഷിക്കാൻ ഉണ്ടാകില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് പത്മകുമാർ പലതൊക്കെ വിളിച്ചു പറയാൻ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ തുടക്കത്തിൽ തന്നെ പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ലെന്നും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചെന്നും CPM അവലോകന റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും പത്മകുമാറിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായി പത്മകുമാറിനെതിരെ സംഘടനാപരമായ നടപടിയെടുക്കാനാണ് CPM സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപായി പത്മകുമാറിനെതിരെ നടപടി വേണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. അതായത് ഇപ്പോൾ തിടുക്കപ്പെട്ട് പത്മകുമാറിനെതിരെ ഉൾപ്പെടെ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന നേതൃത്വം വലിയ ഉത്സാഹം കാണിക്കുന്നുണ്ട്. ഇനി ഇവരെ ചേർത്ത് നിർത്താൻ കഴിയില്ല എന്നുള്ള ഒരു ഘട്ടം എത്തിയതോടുകൂടിയാണ് കൈവിടുന്നത്. അല്ലെങ്കിലും പിണറായിയുടെയും ഗോവിന്ദന്റെയും ഒരു നിലപാട് കൂടെ നിൽക്കുന്നവരെ കാലുവാരുന്നതാണല്ലോ. ഇനി തനിക്കൊന്നും ഭയക്കാനില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിയിരിക്കുകയാണ് പത്മകുമാറും. ഇതുവരെ പത്മകുമാർ ചിലതൊക്കെ ഭയക്കുന്നുണ്ടായിരുന്നു, ചിലരെയൊക്കെ ഭയക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇനി എനിക്ക് ആ ഭയമില്ല എന്ന് പത്മകുമാറും പറയുന്നു. ഇതുമാത്രമല്ല, മുരാരി ബാബുവിന്റെ മരണവും
പത്മകുമാറിനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിൽ കൈവച്ചത് തനിക്ക് ദൈവകോപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഈ പത്മകുമാറിനെയും കൂട്ടരെയും ഒക്കെ വേട്ടയാടുന്നുണ്ട്. നമ്മൾ മുൻപ് പലതവണ കണ്ടിട്ടുള്ളതാണ്. അതായത് ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ, ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ ഈ പറയുന്ന പത്മകുമാറിനെയൊക്കെ കോടതിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് പോലീസ് ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പത്മകുമാർ എപ്പോഴും മേലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അതായത് മുകളിലേക്ക് നോക്കി എന്തൊക്കെയോ ഏറ്റു പറയുന്നത് പോലെ. അതായത് ഇവർക്ക് അയ്യപ്പ പേടി വല്ലാതെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മറ്റൊന്നും ഭയക്കാതെ എല്ലാം ഇവരുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. പിണറായി വിജയന്റെ വലങ്കൈ ആയിരുന്നല്ലോ, ഉറ്റ ചങ്ങാതിയായിരുന്നല്ലോ പത്മകുമാർ. എന്നാൽ പിണറായി വിജയനും ഇപ്പോൾ പത്മകുമാറിനെ പാടെ കൈവിട്ടിരിക്കുകയാണ്. പത്മകുമാർ നടത്തിയ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് പിണറായി വിജയനെയും ഇപ്പോൾ വല്ലാതെ പൊള്ളിച്ചിരിക്കുന്നത്. ഇതോടെ പത്മകുമാറിനെ തള്ളി പിണറായിയും രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതുവരെ പത്മകുമാർ ഉൾപ്പെടെ ഇവരൊക്കെ അറസ്റ്റിലായപ്പോഴും, അതായത് പിണറായി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഇവരൊക്കെ അറസ്റ്റിലാകുമ്പോഴും പിണറായി വിജയൻ ഒരക്ഷരം പോലും എവിടെയും പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ പത്മകുമാർ ചിലതൊക്കെ വെളിപ്പെടുത്തിയപ്പോൾ പിണറായി പ്രതികരിച്ചിരിക്കുകയാണ്. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ച ദിവസം തന്നെയും ADGP ശ്രീജിത്തിനെയും ബോധപൂർവം സന്നിധാനത്ത് നിന്ന് മാറ്റി എന്ന പത്മകുമാറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. പത്മകുമാറിനെ ആരും ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും പിണറായി വിജയൻ വിശദീകരിച്ചത്. പത്മകുമാറിനെ സന്നിധാനത്ത് നിന്നും മാറ്റി നിർത്തേണ്ട യാതൊരാവശ്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. പത്മകുമാറിന്റെ ആത്മകഥയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഈ കാലത്ത് ആത്മകഥ എഴുതുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ലെന്നും അദ്ദേഹം അത് എഴുതട്ടെ എന്നും അതിലൊന്നും ഒരു തടസ്സവുമില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ ആലോചിക്കുമെന്നും എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുമെന്നും അതിനെയൊന്നും ഇത്തരം കാര്യങ്ങൾ ബാധിക്കില്ല എന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞത്. ശബരിമലയിൽ യുവതികൾ എത്തിയ വിവരം താൻ TV-യിലൂടെയാണ് അറിഞ്ഞതെന്നും അന്നേ ദിവസം ശബരിമലയിലേക്കുള്ള യാത്ര ഒഴിവാക്കി തിരുവനന്തപുരത്തെത്താൻ പാർട്ടിയിലും അന്നത്തെ ഭരണ നേതൃത്വത്തിലും വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു ഉന്നതൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നുമാണ് പത്മകുമാർ തന്റെ ഡയറി കുറിപ്പുകളെ ആസ്പദമാക്കി അടുത്ത സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയത്. എന്നാൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഈ ഉന്നത വ്യക്തിയെ കാണാൻ തനിക്ക് അനുമതി നൽകിയില്ലെന്നും പത്മകുമാർ ആരോപിക്കുന്നു. കൂടാതെ ദേവസ്വം രേഖകളിൽ ചെമ്പ് എന്നെഴുതിയത് മറ്റാരോ ആണെന്നും അതിൽ ഒപ്പിടാൻ തന്നെ നിർബന്ധിക്കുകയായിരുന്നുവെന്നും പത്മകുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പത്മകുമാറിനെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കാനിരിക്കെയാണ് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പത്മകുമാറിന്റെ ഈ വെളിപ്പെടുത്തലുകൾ. തൊട്ടു പിന്നാലെ തന്നെ, അതായത് ഒട്ടും വൈകിയില്ല, പത്മകുമാർ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തി തൊട്ടടുത്ത നിമിഷം തന്നെ പിണറായി വിജയൻ അതിനെതിരെ രംഗത്ത് വരുന്നു, അത് തള്ളിപ്പറയുന്നു. MV ഗോവിന്ദൻ രംഗത്തേക്ക് വരുന്നു, തള്ളിപ്പറയുന്നു. പത്മകുമാറിനെതിരെ നടപടി എടുക്കുമെന്ന് കട്ടായം പറയുന്നു. അതായത് ഇവരൊക്കെ ഭയന്നു തുടങ്ങിയിട്ടുണ്ട് പത്മകുമാർ വാ തുറന്നത്. പിന്നെ ശബരിമലയിൽ സ്ത്രീകൾ കയറിയത് അതിൽ ഒരു മനസ്സറിവും ഇല്ല എന്ന് പിണറായി പറയരുത്. കാരണം പിണറായിയാണ് അതിന് ചൂട്ടും കത്തിച്ച് മുന്നിൽ നിന്നതെന്ന് ഇവിടെയുള്ള ആർക്കാണ് അറിയാത്തത്? അല്ലെങ്കിൽ പിണറായിയുടെ ഒത്താശയോടെയാണ് അത് സംഭവിച്ചതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. കാരണം പോലീസുകാർ സംരക്ഷണ കവചമൊരുക്കിയാണ് ബിന്ദു അമ്മിണിയെയും രഹന ഫാത്തിമയെയും ഒക്കെ ശബരിമലയിലേക്ക് ആനയിച്ചെഴുന്നള്ളിച്ചത്. അന്ന് അവർ പോലീസിന്റെ യൂണിഫോം ധരിച്ച് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ആരുടെയും ഒത്താശയില്ലാതെയാണ് എന്ന് പിണറായി പറയരുത്. അത് എനിക്കതിലൊന്നും ഒരു മനസ്സറിവുമില്ല എന്നും പിണറായി പറയരുത്. കാരണം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അന്ന് നിങ്ങളായിരുന്നു. എന്നിട്ടും പിണറായി ഇപ്പോൾ കൈമലർത്തുകയാണ്, അതിലൊന്നും എനിക്കൊരു മനസ്സറിവുമില്ല എന്നും ഈ പറയുന്ന പത്മകുമാർ എന്ത് പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നൊക്കെ. എന്തായാലും പത്മകുമാർ ഇപ്പോൾ CPM-ന് വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾ ഇരച്ചിറങ്ങിയിട്ടുണ്ട്. ഇന്നോവ അയക്കും, 51 വെട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും പത്മകുമാർ അയാൾക്ക് പറയാനുള്ളത് പറയും എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ് ഇത്. ഇനി ഭയക്കാനൊന്നുമില്ല. കാരണം എല്ലാം അവസാനിക്കാൻ പോകുന്നു, അഴിക്കുള്ളിലേക്കാകാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു ഭയം പത്മകുമാറിനെ വേട്ടയാടുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാലും അതിനു മുൻപ് ഇതിന് കൂട്ടുനിന്നത് ആരൊക്കെയാണോ, ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആരൊക്കെയാണോ, അവരുടെയൊക്കെ പേരുകൾ വെളിപ്പെടുത്താൻ തന്നെയായിരിക്കാം പത്മകുമാർ ശ്രമിക്കുന്നത്. എന്തായാലും പത്മകുമാറിനെ ഒന്ന് ആഭ്യന്തര വകുപ്പ് ഒരു സംരക്ഷണം കൊടുക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ മാഷാ അല്ലാ സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവയൊക്കെ പത്മകുമാറിൻ്റെ പിന്നാലെ പായും.
അല്ലെങ്കിൽ ഒരു 51 വെട്ടിൽ ചിലപ്പോൾ തീരും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നവംബർ 20-നാണ് പത്മകുമാർ അറസ്റ്റിലാകുന്നത്. കട്ടളപ്പാളി കേസിലായിരുന്നു ആദ്യ അറസ്റ്റ്. തുടർന്ന് ഡിസംബർ 2-ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലും പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ശബരിമലയിൽ നിന്നും സ്വർണം കവരുന്നതിന് 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തുവെന്നും കൃത്യവിലോപത്തിലൂടെയും കൂട്ടുനിന്നതിലൂടെയും കൊള്ളയ്ക്ക് വഴിയൊരുക്കിയെന്നുമാണ് അന്വേഷണ സംഘം പത്മകുമാറിനെതിരെ കണ്ടെത്തിയ ഗുരുതര കാര്യങ്ങൾ. 3.5 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷം നിലവിൽ ജാമ്യത്തിലിറങ്ങിയ പത്മകുമാർ അടുത്തിടെ പാർട്ടി അംഗത്വം പുതുക്കിയിരുന്നു. പാർട്ടിയെ ഗുരുതര പ്രതിസന്ധിയിലാക്കിയിട്ടും പത്മകുമാറിനെ പുറത്താക്കാത്തതിൽ അണികൾക്കിടയിൽ വലിയ അമർഷം നിലനിന്നിരുന്ന സാഹചര്യത്തിലാണ് നടപടി പ്രഖ്യാപിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയത്. തനിക്കെതിരെ പാർട്ടി കടുത്ത നടപടിയെടുത്താൽ സ്വർണ്ണക്കൊള്ളയിലടക്കം ചില വൻ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും രജിസ്റ്ററിൽ ചെമ്പെന്നെഴുതിയത് തന്റെ കൈയക്ഷരമല്ല എന്നതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി പുസ്തകം എഴുതുമെന്നുമാണ് പത്മകുമാർ ഇപ്പോൾ പാർട്ടിക്ക് മേൽ സമ്മർദ്ദ തന്ത്രവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.